കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പ്രതി ചേർത്ത ED നടപടി രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമെന്നാണ് കെ രാധാകൃഷ്ണൻ MP 24നോട് പ്രതികരിച്ചത്. പാർട്ടിയെ തകർക്കുക എന്നതാണ് ലക്ഷ്യം. പാർട്ടിയുമായി ആലോചിച്ച് കൂടുതൽ നടപടികൾ തീരുമാനിക്കുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കെ രാധാകൃഷ്ണൻ MP ഉൾപ്പെടെ പ്രതി ചേർത്തുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കലൂർ PMLA കോടതിയിൽ സമർപ്പിക്കുവാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ MP തന്നെ തത്സമയം 24നോടൊപ്പം ചേരുകയാണ്. ആദ്യഘട്ടത്തിൽ സാക്ഷിയാക്കുമെന്നായിരുന്നു പറഞ്ഞത്, ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആണോ പറയുന്നത്? ഞാനിതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. കേസിലെ പ്രതിയാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ സാക്ഷിയാണോ എന്നുള്ള കൃത്യത എനിക്ക് വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-നാണ് എന്നെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ED വിളിപ്പിച്ചത്. മൊഴിയെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തതാണ്. അന്ന് മാധ്യമങ്ങളുടെ പിറ്റേ ദിവസം കണ്ടു എന്നെ സാക്ഷിയാക്കുകയാണ്, പ്രതിയല്ല എന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇപ്പോൾ വീണ്ടും പ്രതിയാക്കി എന്നുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും EDയുടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ്. EDയുടെ രാഷ്ട്രീയ ഇടപെടലിന് ഭരണകൂടത്തിൻ്റെ ശരിയായ ഒരു ഇടപെടലാണ്. തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും കള്ളക്കേസിൽപ്പെടുത്തുക, അതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ED ഓഫീസിൽ നിന്ന് നീണ്ട മണിക്കൂറിന്റെ ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് ഭൂമി ഇടപാടുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം അന്ന് ഹാജരാക്കിയതുമാണ്. അപ്പം അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇത് സംസാരിച്ചിരുന്നോ? അത് മുന്നേ തന്നെ ഹാജരാക്കിയല്ല. അത് നമ്മൾ അന്ന് മൊഴി കൊടുക്കാൻ പോകുമ്പോഴല്ല. ഞാൻ മാർച്ച് 17-ന് തന്നെ എൻ്റെ വീട്ടിൻ്റെ എനിക്ക് ആകെയുള്ളത് ഈ സ്ഥലമാണ്. ഈ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് വീട് വെച്ചത്. കാരണം ലോൺ കിട്ടണമെങ്കിൽ എൻ്റെ സ്വന്തം പേരിൽ സ്ഥലം ഉണ്ടാകണം. അപ്പോൾ അമ്മയുടെ 26 സെൻറ്റിൽ നിന്നാണ് എൻ്റെ പേരിലേക്ക് 15 സെൻറ്റ് നൽകിയിട്ടാണ്. അതിനാണ് സർക്കാരിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആദ്യം വീട് വെച്ചത്. അല്ലാതെ ഒരു തുണ്ട് ഭൂമി ഇന്ന് വരെ ഞാൻ വാങ്ങിയിട്ടില്ല, എൻ്റെ പേരിൽ വാങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഉള്ള ഇത് തന്നെ കൂടുതലാണുള്ള തോന്നുള്ള ആളാണ്. പിന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റേ പിന്നെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞാൽ ഒന്നും കിട്ടാനില്ല. അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ കാര്യമുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ അവസാനിപ്പിച്ചു. ഇനി വിളിക്കേണ്ട ആവശ്യമില്ല എന്നും അവർ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാം ബോധ്യപ്പെട്ടു. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നീക്കമെന്നാണ് കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കുന്നത്. പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. EDക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുമായി ആലോചിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും കെ രാധാകൃഷ്ണൻ MP വ്യക്തമാക്കിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ബിനേഷ് ബാബുരാജിനൊപ്പം YS അഭിനന്ദ്, 24.